പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നിലവിൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തിരുന്നു, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് PSCയുടെ വെബ്സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് അതിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കേരള വാട്ടർ അതോറിറ്റിയിൽ, സംസ്ഥാന ജല വകുപ്പിൽ, ജല അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ളതാണ് തസ്തിക. അപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിൽ നിന്നാണ് ഈ നിയമനം വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 30 ആണെന്ന് ഓർക്കുക. അപ്പൊ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. കാറ്റഗറി നമ്പർ പറയുന്നുണ്ട് 317/2024, 317/2024 എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ 53,900 മുതൽ 1,18,100 വരെയുള്ള ഏറ്റവും മികച്ച ഒരു ശമ്പള സ്കെയിലാണ് ഈ പറഞ്ഞ KWA-ക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റ് ഓപ്പൺ കോമ്പറ്റീഷൻ ഇല്ല. നിലവിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. മാത്രമല്ല, ഈ 3 വർഷം സർവീസ് ഉള്ള ആളുകൾക്കെല്ലാം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിശ്ചിത യോഗ്യത ഉണ്ടാവണം, നിശ്ചിത BTech ഇന്ത്യൻ ബ്രാഞ്ചുകളിൽ ഉണ്ടാവണം. അപ്പോൾ അത് ഏതൊക്കെ ബ്രാഞ്ചുകളാണ് നമുക്ക് താഴേക്ക് പറയാം. അപ്പോൾ ആ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 4 വേക്കൻസികൾ ഓൾറെഡി നോട്ടിഫിക്കേഷനിൽ തന്നെ വന്നിട്ടുണ്ട്. 4 വേക്കൻസികൾ, ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നും വേക്കൻസി എന്നും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഇതിന്റെ കാലാവധി ഒരു 3 വർഷത്തേക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് താഴേക്ക് പോകാം. I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സിവിലിന്റെയും മെക്കാനിക്കലിന്റെയും കെമിക്കലിന്റെയും ഒക്കെ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി നമ്മുടെ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് I+ന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. തൊട്ട് മുന്നേ നടന്ന 2022 നടന്ന ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ് പരീക്ഷയിൽ 1ാം റാങ്ക് I+നായിരുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ ഓർമ്മിക്കുകയാണ്. അതേ നിലവാരമുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ടും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ വിവരങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം കൃത്യമായിട്ട് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റിൽ പറയുന്നുണ്ട്, ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫേം ക്വാളിഫൈഡ് ഇൻ സർവീസ് പേഴ്സണൽ വർക്കിംഗ് ഇൻ കേരള വാട്ടർ അതോറിറ്റി. കേരള വാട്ടർ അതോറിറ്റിയിൽ മറ്റ് പോസ്റ്റുകളിൽ ഓവർസിയർ ആണെങ്കിലും താഴേക്കുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഓപ്പറേറ്റർമാരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിശ്ചിത യോഗ്യത ഉണ്ടാവണം. ഈ പറഞ്ഞ യോഗ്യത ഇവിടെ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റും ഇവിടെ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക്, 50 വയസ്സ് വരെയുള്ളവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ വളരെ കൃത്യമായിട്ട് ഇതിൽ എടുത്തു പറയുന്നുണ്ട്, നോ ഫർദർ റിലാക്സേഷൻ ഈസ് അഡ്മിസിബിൾ. മറ്റ് റിലാക്സേഷനുകൾ ഒന്നും കിട്ടില്ല എന്നും നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 50 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1974, അതായത് 1974 ജനുവരി 2 ശേഷം ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ആ ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ കൃത്യമായിട്ട് അത് നോക്കുക. അതിനുശേഷം ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് അപ്ലൈങ് ഫോർ ദിസ് പോസ്റ്റ് ആർ നോട്ട് എലിജിബിൾ ഫോർ ഏജ് റിലാക്സേഷൻ. ഈ ഡിഫറൻറ്റ്ലി ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും ഏജ് റിലാക്സേഷൻ അർഹത ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യവും കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ആപ്ലിക്കൻ ഷുഡ് ഒബ്റ്റൈൻ എ സർവീസ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഫോർമാറ്റ് ഷോൺ ബിലോ ഫ്രം ദ ഹെഡ് ഓഫ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഷുഡ് പ്രൊഡ്യൂസ് വെൻ റിക്വയർഡ് ബൈ ദ കമ്മീഷൻ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടൊരു സർവീസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരൊരു നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഓഫീസിലെ ഹെഡിന്റെ പക്കൽ നിന്ന് ഇങ്ങനെ ഒരു സർവീസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ടതാണ്. അത് ഒപ്പിട്ട് വാങ്ങിക്കേണ്ടതാണ്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ സമയത്ത് PSC ആവശ്യപ്പെടുമ്പോൾ ഷോർട്ട് ലിസ്റ്റിന്റെ സമയത്ത്, ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ആ കാര്യം കൂടെ കൃത്യമായിട്ട് ഓർക്കുക. ആ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസും സർവീസും ഒക്കെ ഇവിടെ എഴുതാനുണ്ട്. ഇതേ ഫോർമാറ്റിൽ വേണം ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടത്, നിങ്ങൾ വാങ്ങേണ്ടത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏത് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക? BTech ഡിഗ്രി ഇൻ സിവിൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇത്രയാണ്. സിവിലിലോ മെക്കാനിക്കലിലോ കെമിക്കൽ എഞ്ചിനീയറിംഗിലോ
ബിടെക് ബിരുദമുള്ള ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ സിവിലിലോ മെക്കാനിക്കലിലോ കെമിക്കലിലോ ഒക്കെ ബിടെക് ബിരുദമുള്ള 3 വർഷം സർവീസ് പൂർത്തിയാക്കിയ ഡിപ്പാർട്ട്മെന്റിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് അപേക്ഷിക്കണം. മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ പറഞ്ഞ പോലെ സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ ഫ്രം UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. കൂടാതെ പാസ് ഇൻ സെക്ഷൻസ് എ അതല്ലെങ്കിൽ പാസ് ഇൻ സെക്ഷൻസ് A and B ഓഫ് ദ AME അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ അവർ കൊടുക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ സിവിൽ, മെക്കാനിക്കൽ ആൻഡ് ദേ ഷുഡ് ഹാവ് വർക്ക്ഡ് ഇൻ എനി ഓഫ് ദ ലോവർ കാറ്റഗറീസ് ഇൻക്ലൂഡഡ് അണ്ടർ കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ സ്പെഷ്യൽ റൂൾസ്. അപ്പോൾ ആ കാര്യമൊക്കെ ഫോർ എ മിനിമം ഓഫ് 8 പീരീഡ്സ്, മിനിമം പീരീഡ് ഓഫ് 8 years എന്നും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് വായിച്ചു നോക്കി നിങ്ങൾക്ക് ഇതിന് യോഗ്യതയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച ശേഷം മാത്രം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റു കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റാൻഡിംഗ് ഓർഡറും അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രൊബേഷൻ ആപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് 3 വർഷം യോഗ്യത, 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. അതും PSCയുടെ ഈ നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായിട്ട് PSC പറഞ്ഞിട്ടുണ്ട്. 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് നിലവിൽ ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അതും കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ദ ലിസ്റ്റ് ഓഫ് സെലക്ടഡ് കാൻഡിഡേറ്റ്സിന്റെ കാര്യം പറഞ്ഞ ശേഷം കൃത്യമായിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസിന്റെ കാര്യവും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ദ വേക്കൻസീസ് എയർമാർക്ക് ഫോർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫ്രം എമംഗ് ദ ഇൻ സർവീസ് പേഴ്സണൽ വർക്കിംഗ് ഇൻ ദ കേരള വാട്ടർ അതോറിറ്റി ഷാൽ ബി ഫിൽഡ് അപ്പ് ബൈ സച്ച് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഹു പൊസസ് ദ പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അതായത് നിങ്ങൾക്ക് ബിടെക് ബിരുദം ഉണ്ടായിരിക്കണം, സിവിലിലോ മെക്കാനിക്കലോ കെമിക്കലിലോ, for the post for direct recruitment and have rendered at least 3 years service. അതായത് നിങ്ങൾ സർവീസിൽ ജോയിൻ ചെയ്ത് 3 വർഷം പൂർത്തിയാക്കിയിരിക്കണം. അതായത് 3 വർഷം മുന്നേ സർവീസിൽ കയറിയവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. മിനിമം 3 വർഷം മുന്നേ എങ്കിലും സർവീസിന് കയറിയവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. PSCയുടെ പ്രൊഫൈൽ ചെന്ന് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ I+നൊപ്പം കൂടുക. വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നന്നായിട്ട് പഠിച്ച് നല്ല തയ്യാറെടുപ്പോടുകൂടി വീണ്ടും ഒരു 1ാം റാങ്ക് നിങ്ങൾക്ക് I+ൽ നേടാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. നന്നായിട്ട് പഠിക്കുക, AE ആയിട്ട് ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.